ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിഗാസ് വേൾഡ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇച്ചൂട്ടിയുടെ കാതുകുത്തിനെ കുറിച്ചുള്ള വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ രാവിലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ മഴയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒത്തിരി നേരത്തേനുണ്ട് കേട്ടോ. നല്ല മഞ്ഞും മഴയും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചായ ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ചായക്ക് കൂടെ നമ്മൾ കഴിക്കുന്നത് ബിരിയാണിയാണ് കേട്ടോ. കപ്പ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കപ്പ നന്നായിട്ടൊന്ന് വേവിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കപ്പ ഒന്ന് അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടി പോകണം കേട്ടോ. അതിന് നമ്മൾ സവോള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ നമുക്ക് ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പം ഒരു സൈഡിൽ നമ്മൾ കപ്പയെല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ട്, മറ്റേ സൈഡിൽ നമ്മൾ കറിയായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം തന്നെ സവോള എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊടിയെല്ലാം കറിക്ക് വേണ്ട ഉള്ള പൊടിയെല്ലാം മൂപ്പിക്കുകയാണ് കേട്ടോ. ഇത് എല്ലും കപ്പയാണ്. അപ്പോൾ നമ്മൾ കപ്പ സെപ്പറേറ്റ് വേവിക്കുന്നു, പിന്നെ എല്ലും അതുപോലെ തന്നെ വേവിക്കുന്നു. നമ്മൾ ഇറച്ചി ഇങ്ങനെ നമ്മൾ കുക്കറിലിട്ടൊന്ന് വിസിലടുപ്പിച്ചെടുക്കുവാണ് കേട്ടോ. അപ്പം നന്നായിട്ട് വെന്ത് കിട്ടും. ഇതിപ്പോൾ ഒരു 3-4 വിസിലടിച്ച് വെന്തെടുത്തേക്കുന്ന ഇറച്ചിയാണ് കേട്ടോ. അപ്പം അത് റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കപ്പയും കൂടെ നമ്മൾ മിക്സ് ചെയ്യുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം സാധാരണ നമ്മൾ കപ്പ ബിരിയാണി എന്ന് പറയുമ്പോൾ ബീഫ് ഇട്ടല്ലേ ഉണ്ടാക്കുന്നത്, പക്ഷേ ഇതൊരു എല്ലും കപ്പ ഒരു മോഡലിലാണ് കേട്ടോ. അപ്പം അതാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. നമ്മൾ കറി അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതൊന്ന് മാറ്റി വെക്കുവാണ്. പൊടിയൊക്കെ നമ്മൾ അത്യാവശ്യം ചേർത്തെല്ലാം കൂടെ മൂപ്പിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കപ്പയുടെ കൂടെ നമ്മുടെ കറിയും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കും. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള കാരണം തന്നെ ഇത് ഫുള്ളായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഈ കറിയും എല്ലും കപ്പയും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ കുക്കറിനകത്തോട്ട് ഈ എല്ല് ഇറച്ചിയായിട്ടൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് നന്നായിട്ട് പൊടിയൊക്കെ മൂപ്പിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത കപ്പയായിരിക്കണം കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം നമ്മുടെ എല്ലും കപ്പയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കപ്പയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം വെറുതെ ഇരുന്നു കേട്ടോ. അപ്പം ചേട്ടായി ഇച്ചുവിനെ കളിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുവാണ് കേട്ടോ. അപ്പം ഞങ്ങളിന്ന് ഇച്ചുവിൻ്റെ കാത് കുത്താൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ അവളുടെ കാത് ഇപ്പം എന്നാണെങ്കിലും 6 മാസമൊക്കെ കഴിഞ്ഞില്ലേ. അപ്പോഴത്തേക്ക് നമ്മൾ കാത് കുത്തിയേക്കാമെന്ന് കരുതി. ചിലർ 1 വയസ്സൊക്കെ ആറാകുമ്പോഴാണ് കുത്തുന്നത് കേട്ടോ. പക്ഷേ നമ്മൾ 6 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ചിലർ 28 കെട്ടിന് കുത്തുന്നവരുണ്ട്. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് എൻ്റെ പുള്ളിക്കാരി വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ മടിയിൽ കിടന്ന് അങ്ങോട്ട് ഉറങ്ങിപ്പോയി. ഇനി നമ്മൾ എന്നാണേലും കാത് കുത്തുന്നത് ഒന്നില്ലേ ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ അല്ലാതെ തട്ടനെ കൊണ്ട് കുത്തിക്കാമെന്ന് കരുതിയാണ് ഇരിക്കുന്നത് കേട്ടോ. നമ്മൾ പാലായ്ക്കാണ് പോകുന്നത്. പാലായിൽ നമ്മൾ സാധാരണ തന്നെ എല്ലാം വാങ്ങിക്കുന്നത് മൂഴയിൽ നിന്നാണ് കേട്ടോ. അപ്പം മൂഴ ജ്വല്ലറിയിൽ നിന്നാണ് നമ്മൾ കാത് കുത്താൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഷൂട്ട് ചെയ്യുവാണെങ്കിൽ അധികം വേദന എടുക്കുകയല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനിയും അവിടെ ചെന്നിട്ട് അറിയാം ഇനി അല്ലാണ്ട് കുത്തുവാണോ എങ്ങനെയാണെന്ന് അറിയാം കേട്ടോ. നമ്മൾ മൂക്കുത്തിയൊക്കെ കുത്തുമ്പോഴാണെങ്കിൽ അവർ ഷൂട്ട് ചെയ്യുവാണ് എനിക്ക് ചെയ്തത്. പക്ഷേ ഇങ്ങനെ കാത് കുത്തിയപ്പോഴത്തേക്കും അവൾക്ക് അല്ലാണ്ട് തട്ടാനാണ് കുത്തിയത് കേട്ടോ. അപ്പം നല്ല വേദനയായിരുന്നു. കൊച്ച് നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചേട്ടായിരുന്നു പിടിച്ചിരുന്നത്. ചേട്ടായിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഇങ്ങനെ നല്ല കരച്ചിലായതുകൊണ്ട് തന്നെ. ഇപ്പം ഒരു സൈഡ് കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മറ്റേ സൈഡും കൂടെ ആയപ്പോഴത്തേക്കും പിന്നെ നല്ല വേദനയാണല്ലോ. പിന്നെ അത് താങ്ങുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം പെയിൻ ആയിരിക്കുമല്ലോ. അപ്പം എന്നാണേലും 2 കാതും കുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നേരം ഒന്ന് കരഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കരച്ചിലൊക്കെ മാറ്റി പുള്ളിക്കാരി ഹാപ്പിയായി കേട്ടോ. പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ എന്നാലും ഒരു സങ്കടമായിരുന്നു കേട്ടോ. ഇതിനി കാതയിൽ ചെറുതായിട്ട് നമ്മൾ എന്തെങ്കിലും ഉപ്പ് നീര് അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് അധികം പഴുക്കാതെ, അതുപോലെ കുളിപ്പിക്കുമ്പോൾ ഒക്കെ ആണെങ്കിലും താങ്ങാതെ നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവർ. അപ്പം തട്ടാനിങ്ങനെ കുത്തുവാണ് കേട്ടോ. ഇച്ചു നല്ല രീതിയിൽ കരയുന്നുണ്ടായിരുന്നു. അപ്പം ഒരു സൈഡിൽ കാതയിൽ ഇങ്ങനെ പിടിച്ചപ്പോഴത്തേക്കും മായമ്മ കയ്യിലിങ്ങനെ പിടിച്ച് മാറ്റിയത് കേട്ടോ, അത് തട്ടാതിരിക്കാൻ വേണ്ടി. അപ്പം അവർ കാത് കുത്തി, ഞാനങ്ങോട്ട് മാറി നിൽക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ ഭയങ്കര കരച്ചിലായ കൊണ്ടൊന്ന് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇച്ചൂട്ടിയുടെ കാതൊക്കെ കുത്തി കേട്ടോ. കാത് കുത്തി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും കരച്ചിലൊക്കെ അങ്ങോട്ട് മാറി. പിന്നെ പുള്ളിക്കാരി ഹാപ്പിയായി കേട്ടോ. കുത്തിയപ്പോഴത്തേക്കും ഉള്ള ഒരു കരച്ചിലും ബഹളമൊക്കെ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ച് വന്ന വഴിയിൽ നമ്മൾ
കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പാലായിൽ നിന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും രാത്രിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു സന്ധ്യാസമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടായി ചുനെ പിടിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അരി അരയ്ക്കാനുള്ള അരി നമ്മൾ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഗ്രീൻ പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നാളത്തെ കാപ്പിക്ക് വേണ്ടിയാണ് ഇത്. നമ്മളിനി നന്നായിട്ടൊന്ന് അരച്ച് വെക്കുക. ഇപ്പം ഗ്രീൻ പീസ് നാളത്തെ കറിക്ക് വേണ്ടിയാണ് കേട്ടോ, അത് നമ്മൾ മാറ്റി വെക്കുന്നു. പിന്നെ അരി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും വിളക്ക് കത്തിച്ച് ഇപ്പം സന്ധ്യ ഭയങ്കര സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം വിളക്കൊക്കെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ പുറത്ത് പോയി കുറച്ച് നേരം ഇങ്ങനെ നിന്ന് കേട്ടോ. പുറത്ത് പോയി നിന്നപ്പോഴത്തേക്കും ഇപ്പോഴത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ മഴയൊക്കെ അങ്ങോട്ട് മാറി നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ. അപ്പം നല്ലൊരു ക്ലൈമറ്റാണ്. അപ്പം ഞാനും ചേട്ടായും കൂടെ പോയി വെറുതെ ഇങ്ങനെ എടുത്താണ് കേട്ടോ. അപ്പം നമ്മുടെ വീടിൻ്റെ മുറ്റത്തിൻ്റെ ആ ഭാഗത്ത് നിൽക്കുമ്പോഴത്തേക്കും തന്നെ കാണാൻ നല്ലൊരു രസമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ചുമ്മാ അവിടെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഇത് ഓട്സാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കൂടുതലും രാത്രിയിൽ ഓട്സാണ് കഴിക്കുന്നത്. ചോറിനേക്കാളും നല്ലതും അതുപോലെ തന്നെ ഹെൽത്തി ഓട്സായിട്ടാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ കൂടുതലും ഇപ്പോൾ ഓട്സാണ് കഴിക്കുന്നത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ചോറൊക്കെ കഴിച്ചു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നിഹാസ് വേൾഡ്.